ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ബി ജെ പിക്കുണ്ടായ അഭൂതപൂർവമായ വളർച്ചയിൽ ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ ആളുകളുടെ പേരുകൾ വിവരിച്ചാൽ ഒരുപക്ഷെ എ ബി വാജ്പേയിയുടെ പേരിന് മുമ്പ് വരുന്ന രണ്ട് നാമങ്ങളാണ് എൽ കെ അദ്വാനിയുടെയും ശ്രീ മുരളി മനോഹർ ജോഷിയുടെയും. ശ്രീ എൽ കെ അദ്വാനി കറാച്ചിയിൽ ജനിച്ച് സെൻറ്റ് പാട്രിക്സ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് രാജസ്ഥാനിൽ RSSൻ്റെ സംഘചാലക പ്രവർത്തനങ്ങളിൽ മുഴുകി പിന്നീട് ബോംബെയിലെത്തി നിയമം പഠിച്ച് ഇന്ത്യയിൽ വിഭജനത്തിന് ശേഷം RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. ശ്രീ മുരളി മനോഹർ ജോഷി വിദ്യാഭ്യാസ രംഗത്ത് ഫിസിക്സ് ശാസ്ത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടി RSS മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം അലഹബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുമ്പോഴും കൂടുതൽ സമയം കണ്ടെത്തിയ RSSനെ എക്കാലത്തും അഭിമാനിക്കാൻ കഴിയുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് ശ്രീ എൽ കെ അദ്വാനിയും ശ്രീ മുരളി മനോഹർ ജോഷിയും. RSS ഉയർത്തുന്ന അപകടകരമായ മുദ്രാവാക്യങ്ങളെ ജനങ്ങളിൽ എത്തിക്കുവാൻ അയോധ്യ പ്രശ്നം എങ്ങനെയാണ് ഇവർ രണ്ടുപേരും കൈകാര്യം ചെയ്തതെന്ന് ചരിത്രത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുകയുമില്ല. 1984 തെരഞ്ഞെടുപ്പിൽ BJPയുടെ MP സ്ഥാനം രണ്ടായി ചുരുങ്ങിയപ്പോൾ 84 ശേഷമുണ്ടായ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ പരീക്ഷണങ്ങളിൽ ശ്രീ VP സിംഗും കൂട്ടരും മുന്നേറുന്ന സമയത്ത് ശ്രീ VP സിംഗും കൂട്ടരും മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകളെ വൈകാരികമായി പകരം വെക്കുവാൻ അയോധ്യയെ ഗൗരവതരമായി ഉപയോഗപ്പെടുത്തിയവരാണ് ഇവർ രണ്ടുപേരും. ഇവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ രാജ്യത്തിന് ഉണ്ടാക്കിയ അപകടങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. എന്നാൽ ഇവർ രണ്ടുപേരും ഉയർത്തിവിട്ട ഇന്ത്യയിലെ വർഗീയ മുദ്രാവാക്യങ്ങളെ കലാപമാക്കി മാറ്റുവാൻ ഇവരെക്കാൾ മിടുക്ക് കാട്ടിയവരാണ് ഇന്ന് BJPയുടെ തലപ്പത്തിരിക്കുന്ന ശ്രീ മോദിയും BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും. അവരെ സംബന്ധിച്ചിടത്തോളം ശ്രീ എൽ കെ അദ്വാനിയും ശ്രീ മുരളി മനോഹർ ജോഷിയും പഠിച്ചു വളർന്ന RSSൻ്റെ ചിന്താധാരകൾ ആധുനിക ഇന്ത്യ കണ്ടുമെടുത്ത ശ്രീ മോദിയുടെയും അമിത്ഷായുടെയും പരീക്ഷണങ്ങളെ ന്യായീകരിക്കുന്നില്ല. വളരെയധികം വേഗത്തിൽ മാറുന്ന ഇന്ത്യയിൽ ആ മാറുന്ന ഇന്ത്യയുടെ വേഗത്തേക്കാൾ ഉയരങ്ങളിൽ വർഗീയ കലാപങ്ങൾ നടത്തി കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഏതറ്റം വരെയും പോകുന്ന ശ്രീ മോദിയുടെയും അമിത്ഷായുടെയും മുദ്രാവാക്യത്തിൽ നമുക്ക് മുൻകാലത്ത് RSSകാരിൽ കാണാത്ത ഒട്ടേറെ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതിലൊന്നാണ് ഞങ്ങളെ എതിർക്കുന്നവരൊക്കെ ഇന്ത്യ വിരുദ്ധരാണ് എന്നുള്ള വാദം. അദ്വാനിയെപ്പോലുള്ള ആളുകൾ ഇന്ത്യക്കുള്ളിൽ ശ്രീരാമന് പ്രത്യേകമായ പദവിയുണ്ടെന്നും ശ്രീരാമൻ്റെ ജന്മസ്ഥലം മറ്റൊരു സമുദായക്കാർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ആ വിഷയത്തിൽ മുസ്ലിങ്ങളും മറ്റും കീഴടങ്ങണമെന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാം ഇന്ത്യക്കാരാണെന്നുള്ള ധാരണയിൽ തന്നെയാണ് അവർ രാഷ്ട്രീയ പ്രചരണം നടത്തിയത്. എങ്കിലിവിടെ ശ്രീ അമിത്ഷായും ശ്രീ മോദിയും കൂട്ടരും പറയുന്നത് ഞങ്ങളെ അംഗീകരിക്കാത്തവർ ഇന്ത്യ വിട്ടു പോകണമെന്ന ഹിറ്റ്ലറും മുസോളിനിയും എത്ര അപകടകരമായിട്ടാണ് അവരുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയത്. അതിനേക്കാൾ ദുരൂഹമായ സാഹചര്യങ്ങളിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ RSSൻ്റെ പഴയകാല പടക്കുതിരകളെ ഞങ്ങളിതാ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് RSS പോലും ഭയക്കുന്ന ഒരു രാഷ്ട്രീയ ദുരന്തത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കുവാൻ ശ്രീ മോദിയും കൂട്ടരും നടത്തുന്ന ശ്രമങ്ങളാണ്. ഇവിടെയാണ് ശ്രീ അദ്വാനിയും ശ്രീ മുരളി മനോഹർ ജോഷിയും തുറന്നു വിട്ട ഭൂതങ്ങൾ ഇപ്പോൾ അവരെ തന്നെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ മോദിയും അമിത്ഷായും നയിക്കുന്ന ഈ രാഷ്ട്രീയ സംഘങ്ങൾ വിജയിച്ചാൽ ശ്രീ എൽ കെ അദ്വാനിയും ശ്രീ മുരളി മനോഹർ ജോഷിയും പോലും ഈ രാജ്യത്ത് നിലനിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് അവർ പോലും ഭയപ്പെടുന്നതുകൊണ്ട് ശ്രീ മുരളി മനോഹർ ജോഷി ഇതാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഒരുപക്ഷേ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ സംഘങ്ങളോടൊപ്പം അണിചേർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ശ്രീ എൽ കെ അദ്വാനിയും ശ്രീ മുരളി മനോഹർ ജോഷിയും തൃപ്തരാക്കാനായി മോദിയും കൂട്ടരും നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതയില്ല എന്ന് തെളിയുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വളരെ വളരെ ഗൗരവതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ശ്രീ മോദിയും അമിത്ഷായും ഉയർത്തുന്ന അപകടകരമായ മുദ്രാവാക്യങ്ങളെ തള്ളിപ്പറയാൻ ശ്രീ എൽ കെ അദ്വാനിയും ശ്രീ മുരളി മനോഹർ ജോഷിയും മുന്നോട്ട് വരുമ്പോൾ നാം ഓർക്കുക, ഇന്ത്യ
അതിരൂക്ഷമായ ജനാധിപത്യ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെടുവാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. അതുകൊണ്ട് ശ്രീ മോദിയെയും അമിത്ഷായെയും അവർ നയിക്കുന്ന സംഘങ്ങളെയും പരാജയപ്പെടുത്തേണ്ടത് ശ്രീ എൽ കെ അദ്വാനിയുടെയും കൂട്ടരുടെയും കടമയായി മാറിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.